അപ്പോൾ എന്താ ഞങ്ങൾ തിയേറ്റർ ബാൽക്കണി ടീം എമ്പുരാൻ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങി. കൊച്ചിയില്, തൃശ്ശൂരില്, മലപ്പുറത്തേക്ക്, കോഴിക്കോടേക്ക്, കണ്ണൂര്, കാസർഗോഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും തിയേറ്ററുകളിലാണ് എമ്പുരാൻ എങ്ങനെ പോയാലും ഒരു കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, യെസ്, ഇപ്പൊ എമ്പുരാൻ നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ. അതെ അതെ. അപ്പൊ കേരളത്തിലെ പല തിയേറ്ററുകളിലും 5-6 ഷോകൾ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒരു 20 ഷോയ്ക്ക് മുകളിൽ എമ്പുരാൻ കളിക്കുന്നുണ്ടോ? 20 ഷോയ്ക്ക് മുകളിലോ 40 ഷോ വരെ കളിക്കുന്ന തിയേറ്ററുകളുണ്ട്. 40 ഷോ കളിക്കുന്നത്? അതെ അതെ. അത് ഏതൊക്കെ തിയേറ്ററുകളാണ്? അതായത് കേരളത്തില് ഒരു 5 സ്ക്രീനിൽ കൂടുതലുള്ള തിയേറ്ററുകൾ, അതായത് കേരളത്തിലെ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ ഒരുമിച്ചിരിക്കുന്ന സ്ക്രീനുകളുടെ എണ്ണം എടുത്ത് 5ന് മുകളിലേക്ക് വരുന്നത്. അത്തരം തിയേറ്ററുകളിലൊക്കെ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, തിയേറ്ററുകാർക്ക് ഒരു ചാകരയാണ്. അതെ അതെ അതെ. അപ്പോൾ കണ്ടിന്യൂസ് ഷോ ആണ് കളിക്കുന്നത്. ഒരു ദിവസം തന്നെ 20ന് മുകളിലേക്ക് ഷോകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 5 സ്ക്രീനിന് മുകളിലേക്കുള്ള, അല്ലെങ്കിൽ 5ന് മുകളിലേക്ക് സ്ക്രീനുകളുള്ള തിയേറ്ററുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റ തിയേറ്റർ കോംപ്ലക്സിനുള്ളിൽ, അല്ലെ ഒരു മാളിൻ്റെ ഉള്ളിൽ 5 അതിലധികമോ സ്ക്രീനുകളുള്ള തിയേറ്ററുകൾ അല്ലേ. അപ്പോൾ ഇതുവഴി നമുക്ക് കേരളത്തിലെ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ ഏറ്റവും അധികം സ്ക്രീനുകളുള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതെ അതെ. അപ്പോൾ നമസ്കാരം, നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയുടെ അങ്ങ് തെക്കേറ്റത്ത് കളയിക്കാവിള, തമിഴ്നാട് അതിർത്തി, ശ്രീ കാളീശ്വരി, ശ്രീ സരസ്വതി, അവിടെ ഒറ്റ കോമ്പൗണ്ടിലായിട്ടാണ് 5 സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാട്ടാക്കടയിൽ ശ്രീ കാളിദാസ് എംപ്ലക്സ് SKM, അവിടെ 6 സ്ക്രീനുകളുണ്ട് ഒരൊറ്റ കോംപ്ലക്സിൽ. അതിൽ ഒരു സ്ക്രീൻ കൂടി ഇനി വരാനുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ തിയേറ്റർ തിരുവനന്തപുരം ഏരീസ് പ്ലക്സ്, ഒരു ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ 6 സ്ക്രീനുകളുണ്ട്. ശരിക്കും അത് പണ്ട് 4 സ്ക്രീനുകളുള്ളൊരു തിയേറ്റർ കോംപ്ലക്സ് ആയിരുന്നു. അതിനെ നമ്മുടെ ഏരീസ് ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ് സാർ ഏറ്റെടുത്ത് നവീകരിച്ച് 6 സ്ക്രീനുകളാക്കിയതാണ്. ഇനി നോക്കേ, തിരുവനന്തപുരത്തെ മാളുകളിലും ഉണ്ട് കുറേ സ്ക്രീനുകൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തിരുവനന്തപുരത്തെ ആദ്യത്തെ മാളായിട്ടുള്ള മാൾ ഓഫ് ട്രാവൻകൂറിലേക്ക് പോകാം. അവിടെ ശരിക്കും നേരത്തെ തിയേറ്റർ ഉണ്ടായിരുന്ന കാർണിവൽ ആയിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ അത് സിനിപോളിസ് ആണ് നടത്തുന്നത്. അവിടെ ശരിക്കും 7 സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലുലു മാളിൽ PVRൻ്റെ വകയായിട്ട് 12 സ്ക്രീനുകളുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ 5 സ്ക്രീനുകളുണ്ട്. നേരത്തെ കാർണിവലായിരുന്നു, ഇപ്പോൾ അത് നടത്തുന്നത് നമ്മുടെ മൂവി മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിൽ PVRൻ്റെ വകയായിട്ട് 12 സ്ക്രീനുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് 5ൽ കൂടുതൽ സ്ക്രീനുകളുള്ള തിയേറ്റർ കോംപ്ലക്സുകൾ. അപ്പോൾ ഉണ്ടല്ലോ പ്രശ്നമേ, തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 സ്ക്രീനിൽ കൂടുതലുള്ള തിയേറ്റർ കോംപ്ലക്സുകൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ആദ്യം നമുക്ക് എടപ്പള്ളി ലുലു മാളിൽ നിന്ന് തന്നെ തുടങ്ങാം. എടപ്പള്ളി ലുലുവിൽ PVRൻ്റെ വകയായിട്ട് 9 സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോറം മാളിലും PVRൻ്റെ വകയായിട്ട് 9 സ്ക്രീനുകളുണ്ട്. പിന്നെ ഇതിന് പുറമെ നമ്മുടെ ഷേണായ്സ് ഉണ്ടല്ലോ, ഷേണായ്സ് തിയേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് 5 സ്ക്രീനുകളാക്കിയിട്ടാണ് നവീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാൾ MG റോഡിലുള്ള അവിടെ സിനിപോളിസിന്റെ ഒരു 11 സ്ക്രീനുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്ക്രീനുകളിലൊക്കെ കണ്ടിന്യൂസ് എമ്പുരാന്റെ ഷോ ആണ് നടക്കുന്നത്. പലയിടത്തും 25, 30, 35 ഷോ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നേരെ തൃശ്ശൂരിലേക്ക് എത്താം. തൃശ്ശൂരിൽ ശോഭ സിറ്റിയിലുള്ള ഇനോക്സ്, അതിപ്പോൾ PVRൻ്റെ തന്നെ അണ്ടറിലാണെന്ന് തോന്നുന്നു ഇനോക്സും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനോക്സിൽ 6 സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റിയിൽ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ കുട്ടനെല്ലൂർ വരുന്ന പലാക്സി സിനിമാസിൽ 6 സ്ക്രീനുകളുണ്ട്. അതിലൊരു എപ്പിക് സ്ക്രീനും ഉണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മലപ്പുറത്തും 5 സ്ക്രീനുകൾ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി. ഒന്ന് നമ്മുടെ മഞ്ചേരിയിലുള്ള ലാഡർ സിനിമാസ് ആണ്, അവിടെ 5 സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ പലാക്സിയുടെ വക ഒരു 5 സ്ക്രീനുകൾ വരുന്നുണ്ട്. ഇപ്പോൾ റെഡി ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് അതും. പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നമ്മുടെ എന്താ പറയുന്നത് RP മാളിൽ ആശീർവാദിൻ്റെ 5 സ്ക്രീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോകുലം മാളിലും സിനിപോളിസിൻ്റെ 5 സ്ക്രീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലുള്ള പലാക്സി ഹൈലൈറ്റ് മാളിലുള്ളത് 8 സ്ക്രീനുകളുണ്ട്. അതിൽ എപ്പിക് സ്ക്രീൻ, കേരളത്തിലെ ഫസ്റ്റ് എപ്പിക്കും ഉണ്ട്. ഏകദേശം 38ഓളം ഷോയാണ് എമ്പുരാൻ ഒരൊറ്റ ദിവസം കളിക്കുന്നത്. ആക്ച്വലി ഒരു റെക്കോർഡിനോട് അടുത്തുള്ള ഷോസ് ആണ് ഇതൊക്കെ. പിന്നെ നമ്മളങ്ങ് വന്നു കഴിഞ്ഞാൽ കണ്ണൂര് സെക്യൂറ മാളിൽ സിനിപോളിസിന് 5 സ്ക്രീനുകളുണ്ട്. പിന്നെ കണ്ണൂര് തന്നെ മറ്റൊരു 5 സ്ക്രീനുകളുണ്ട്. നമ്മുടെ ലിബർട്ടി തലശ്ശേരി, അവിടെയും 5 സ്ക്രീനുകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് മെഹബൂബ്
മാജിക് ഫ്രെയിംസിൻ്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെയും 5 സ്ക്രീനുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും തിയേറ്ററുകളിലാണ് കേരളത്തിൽ ആക്ച്വലി 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്ക്രീനുകളുള്ളത് ഒരൊറ്റ തിയേറ്റർ കോംപ്ലക്സിൽ കേട്ടോ. അപ്പോൾ ഈ പറയുന്ന തിയേറ്റർ കോംപ്ലക്സുകളിലെല്ലാം എമ്പുരാൻ എങ്ങനെ പോയാലും ഒരു 20-ന് മുകളിൽ ഷോ കൺഫേം കളിക്കുന്നുണ്ട്. പലയിടത്തും 35-ഉം 40-ഉം ഷോ വരെ കളിക്കുന്നുണ്ട്. അതായത് മാരത്തോൺ ഷോ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ബുക്കിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ത്വരയിലാണല്ലേ, ആവേശത്തിലാണ്. അപ്പോൾ എന്താ, ഞങ്ങൾ തിയേറ്റർ ബാൽക്കണി ടീം എമ്പുരാൻ കാണുന്നത് നമ്മുടെ കോട്ടയം അഭിലാഷിൽ നിന്നാണ്. ഞാൻ, പ്രശോഭ്, നിതിൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടെ. അപ്പോൾ നിങ്ങൾ ഏത് തിയേറ്ററിൽ നിന്നാണ് എമ്പുരാൻ കാണുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ചെറിയ ചെറിയ വിഷയങ്ങളുമായിട്ട് മറ്റൊരു അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.